ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഷാജിദ് കൂടി ചേരുന്നുണ്ട്. ഷാജിദ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ മുണ്ടക്കയാണ്. മുണ്ടക്ക ടോപ്പിലാണ്. ഇവിടേക്ക് ആളുകൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ്. ഷാജിദ് ഇപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിൽ ടോപ്പ് ഭാഗത്താണ്, അതായത് ഈ റിസോർട്ടിനും മുകളിലാണല്ലേ? അതെ, ഇപ്പം ബോഡി റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ താഴെ റെസ്ക്യൂ പ്രവർത്തകർ വരുന്നത് കാണുന്നുണ്ടോ? കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ആർമിയുടെ കുറച്ച് ടീമുണ്ട്, പിന്നെ NDRFന്റെ കുറച്ച് ആളുകളുണ്ട്. അവരെ അങ്ങോട്ട് വിളിക്കണ്ടേ? അവരെ അങ്ങോട്ട് വിളിക്കണം എന്നാണോ ഷാജിദ് പറയുന്നത്? അല്ല, വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി ഇവിടെ മദ്രസിൽ ഏകദേശം 100-200 ആളുടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാണ് റോപ്പില്. ഷാജിദ് ഒരു നിമിഷം, ചെറിയൊരു കണക്ഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഷാജിദ്, എൻ്റെ ഒരു സംശയം, ഷാജിദ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കൂടുതൽ ആളുകൾ മിസ്സിംഗ് ഉണ്ടോ? മിസ്സിംഗ് ഉണ്ട്. ബോഡികൾ നമുക്ക് കാണുന്ന ബോഡികൾ എടുക്കാൻ പറ്റുന്നില്ല. അതെ, മണ്ണിനടിയിലാണോ? മണ്ണിന്റെ അടിയിലല്ല, സ്ലാബിന്റെ അടിയിൽ കാണുന്നുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ല, കാരണം സ്ലാബ് താഴോട്ട് വീഴുന്ന രീതിയിൽ നിൽക്കുവാണ്. എത്ര ബോഡികളുണ്ട് അങ്ങനെ? ഷാജിദ് ഇപ്പോൾ കാണുന്ന എത്ര ബോഡികളുണ്ട്? ഓൾറെഡി കാണും. എത്ര ബോഡികൾ? ഷാജിദ്, അവിടെ ചെറിയ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ട്. എനിക്ക് എത്ര ബോഡികൾ കാണുന്നു എന്നുള്ളതിന്റെ കണക്ക് കിട്ടിയിട്ടില്ല. ഷാജിദ്, കേൾക്കാമോ? ഷാജിദ്, എത്ര ബോഡികളാണ് നമ്പർ? ഹലോ, എത്ര ബോഡികളാണ് ഷാജിദ് ഇപ്പോൾ അവിടെ കാണുന്നത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ? ഷാജിദ്, ആ നമ്പർ ഒന്നുകൂടി നമ്മുടെ എമർജൻസി ഹെൽപ്പ് ലൈനിലേക്ക്. ഷാജിദ്, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര ബോഡികളാണ് കാണുന്നത്? നമ്പർ ഷാജിദിന്റെ 14 ബോഡികളുണ്ട്. 14 ബോഡികൾ? 16 ബോഡികൾ ഇപ്പോൾ ഷാജിദ് നേരിട്ട് കാണുന്നുണ്ടോ ആ ഭാഗത്ത്? ഉണ്ട്. ഇപ്പൊ നിൽക്കുന്ന ഇവിടെ ഒരു ലയത്തിൽ 16 ബോഡി ഇവിടെ, പക്ഷെ ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള യാതൊരു മകളും ഇവിടെ ഇല്ല. മനസ്സിലായി. അല്ല, ഒരു നിമിഷം, ഈ 16 ബോഡികൾ കിടക്കുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർ ആരും എത്തിയിട്ടില്ല ഇപ്പോ? 16 ബോഡികൾ എടുത്തിവിടെ ഒരു ലയത്തിൽ വെച്ചേക്കുവാണ്, പക്ഷെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഓൾറെഡി സ്മെല്ല് വന്നു തുടങ്ങി. ഓക്കെ, ആ ബോഡികൾ അവിടേക്ക് എത്തിക്കണം, അതാണ് ആവശ്യം അല്ലേ ഷാജിദ്? താഴേക്ക് എത്തിക്കണം. ബോഡി ഇവിടുന്ന് താഴെ നമ്മളെ താഴെ അങ്ങടിയിലേക്ക് എത്തിക്കണം. അതാണ് അവിടെയാണ് ആംബുലൻസ് കാര്യങ്ങളുള്ളത്. ശരിക്കും ടോപ്പ്, നിങ്ങൾ ഷാജിദ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ മുണ്ടക്കൈ ടോപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് അറിയുമോ? മുണ്ടക്കൈ പള്ളിയുടെ അടുത്ത്. മുണ്ടക്കൈ പള്ളിയുടെ അടുത്ത്, ജുമാ മസ്ജിദ് അടുത്ത്. മുണ്ടക്കൈ പള്ളിയുടെ അടുത്ത് 16 ബോഡി ഇപ്പോഴും ഉണ്ട്. അത് താഴേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആവശ്യം. നമുക്ക് ആവശ്യം താഴെ അറിയിക്കാവുന്നതാണ്. കൺട്രോൾ റൂമിലേക്ക് റിക്കവർ ചെയ്ത് ഇവിടെ ഒരു ലയത്തിൽ വെച്ചേക്കുവാണ്. ഇവിടുന്ന് അടച്ചുറപ്പില്ലാത്ത റൂമാണ്. അപ്പൊ ബോഡികൾ ഓൾറെഡി സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പൊ ഇത് മാറ്റാൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ ടൈം 6 മണിയായി. മനസ്സിലായി. തീർച്ചയായിട്ടും ആ ബോഡി അവിടെ ഷാജിദാണ് നമുക്ക് ചേർന്ന്. നമുക്ക് മിനിസ്റ്ററെയോ അല്ലെങ്കിൽ നമുക്ക് താഴെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ആളുകളെയോ നമ്മുടെ ദീപക് മോഹനെയോ ഒന്ന് ബന്ധപ്പെട്ടാൽ എന്തായിരിക്കും? ദീപക് മോഹൻ അടക്കമുള്ള സംഘം ഇപ്പോൾ ചൂരൽമലയിലുണ്ട്. മിനിസ്റ്റേഴ്സ് അടക്കമുള്ള സംഘമുണ്ട്. 16 ബോഡികൾ ഇപ്പോൾ ഈ ജുമാ മസ്ജിദിനടുത്ത് റിക്കവറി ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ബോഡി താഴേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമാണ് അവിടെയുള്ളത്. തീർച്ചയായും അതിനൊരു ചെറിയ പരിമിതിയുള്ളത്, ആ പാലമില്ലാത്തത് കൊണ്ട് വാഹനമില്ല. 3-3.5 കിലോമീറ്റർ അവിടെ നിന്ന് നടന്നു വേണം പോകാൻ. അതുകൊണ്ട് ഇന്ന് താഴേക്ക് ആ ബോഡി കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഷാജിദിൻ്റെ ആശങ്ക ശരിയാണ്. പക്ഷേ അവിടേക്ക് രക്ഷാപ്രവർത്തക സംഘം അവിടെ ഉണ്ട്, താഴെ കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത്.